ഹലോ മച്ചമാരെ, എസ് ന്യൂസിലേക്ക് സ്വാഗതം. ടർബോയുടെ 4 ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ പുറത്തു വന്നിരിക്കുന്നു. 52 കോടി 11 ലക്ഷം രൂപ എന്നുള്ളത് തന്നെയാണ്. പല ട്രാക്കേഴ്സും ഇത് 40 കോടിയിലും 42 കോടിയിലും 50 കോടിക്ക് താഴെയും പിടിക്കാൻ ശ്രമിച്ചെങ്കിൽ ഇന്ന് മമ്മൂട്ടി കമ്പനി തന്നെ ഒഫീഷ്യലായിട്ട് ഇറക്കിയിരിക്കുകയാണ് 52 കോടി 11 ലക്ഷം രൂപ. നമ്മൾ ട്രാക്ക് ചെയ്ത കണക്കുകൾ ഏറെക്കുറെ ഉറപ്പാകുന്നു എന്ന് തന്നെ പറയും. അതായത് 50 കോടിക്കും 55 കോടിക്കും ഇടയിലായിരിക്കും 4 ദിവസത്തെ കളക്ഷൻ എന്നുള്ളതായിരുന്നു നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകളും നമുക്ക് തോന്നിയ കാര്യങ്ങളും. എന്താണെങ്കിലും മഴയെയും അതിജീവിച്ച് കനത്ത ഡീഗ്രേഡിങ്ങിനെയും അതിജീവിച്ച് ബോംബ് ഭീഷണിയെയും ഒക്കെ അതിജീവിച്ച് ഈ ഒരു സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണേലും പല രീതിയിലുള്ള ഡീഗ്രേഡിങ് ഇവിടെ ശക്തമായി കാണിക്കുന്നുണ്ട്. നിറഞ്ഞ തിയേറ്ററുകളിൽ രാത്രി പോയി വീഡിയോ എടുത്തിട്ട് ആളില്ല എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് കാണുന്നുണ്ട്. എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കാണുന്ന ആളുകളാണ് ഈ സിനിമയ്ക്ക് സപ്പോർട്ട് നൽകിയത്. വലിയ ഇടിവാണ് മറ്റുള്ള സിനിമയെ വെച്ച്. സാധാരണ മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെയോ ഒരു സിനിമ വരുമ്പോൾ ചെയ്യാറുള്ള അതേ പരിപാടി തന്നെ, വേറെ ഒന്നുമല്ല. ബാക്കി ചുറ്റുവട്ടത്ത് വരുന്ന സിനിമകളെല്ലാം അങ്ങ് മനോഹരമാകും, അതിഗംഭീരമാകും. നല്ലതാണെങ്കിൽ നല്ലതായിക്കോട്ടെ എന്നല്ല, എന്നുള്ള കാര്യമല്ല പറയുന്നത്. അതിലും വലിയ സിനിമകളാവും. ഇത് നമ്മൾ സ്ഥിരമായി കാണുന്നതാണ്. അപ്പോൾ അതേ കാര്യങ്ങൾ തുടരുന്നു. ഒപ്പം മറ്റുള്ള കളക്ഷനും എല്ലാ രീതിയിലുമുള്ള ഡീഗ്രേഡിങ് നടത്തുന്നു. പക്ഷേ 70 രാജ്യങ്ങളിൽ ഇറങ്ങിയ ഈ ഒരു സിനിമ ട്രാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ 52 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് ഈ വരുന്ന ആഴ്ച കഴിയുമ്പോഴത്തേക്ക്, അതായത് അടുത്ത ശനി ഞായറോടുകൂടി സിനിമ 85-90 കോടി ആ റേഞ്ചിലേക്കായിരിക്കാം എത്താൻ പോകുന്നത് എന്നുള്ളതാണ്. ഇവിടെ അതിഗംഭീരമെന്ന് തന്നെ പറയാം. നിങ്ങൾ ജയിലർ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ പറയാം അതിനു മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഈ ഒരു ടർബോ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ അഴിഞ്ഞാട്ടം തന്നെയാണ് ഈ പ്രായത്തിൽ മമ്മൂട്ടി ചെയ്യുന്നത്. മമ്മൂട്ടിയുടെ ഇതുവരെയുള്ള പ്രായത്തിൽ നമ്മൾ കണ്ടതിൽ ഏറ്റവും മനോഹരവും ഗംഭീരമായിട്ടുള്ള സ്റ്റണ്ട് പെർഫോമൻസ് തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ മുതിർന്ന നടന്മാരെ നോക്കുമ്പോൾ അവർക്ക് ആർക്കും ചെയ്യാൻ അല്ലെങ്കിൽ അവർ കഴിയുമോ എന്നുള്ളതല്ല, അവർ ചെയ്യാത്ത തരത്തിലുള്ള രീതിയുമാണ് മമ്മൂട്ടി ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. എന്താണേലും കണ്ടിറങ്ങുന്നവർ കൈയടിച്ചിറങ്ങുന്നു. അത് തന്നെയാണ് സിനിമയുടെ വിജയവും. ഇന്നും മികച്ച കളക്ഷനോടെ കുതിക്കുകയാണ്. കളക്ഷനേക്കാളുപരി ജനങ്ങളിൽ അഭിപ്രായം നല്ല ഗംഭീരം എന്നുള്ളത് തന്നെ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.